വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശശി തരൂരിന്റെയും പേരെടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ ഒരു സ്തംഭമാണ്. ശശി തരൂരും ഇവിടെ ഇരിക്കുന്നു. ഇന്നത്തെ പരിപാടി പലരുടെയും ഉറക്കം കെടുത്താൻ പോകുന്നു എന്നാണ് മോദി പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ച ശേഷം സംസാരിക്കവെയായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം. മന്ത്രി വി എൻ വാസവനെയും വേദിയിൽ പ്രധാനമന്ത്രി പേരെടുത്തു പരാമർശിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്തു പറഞ്ഞായിരുന്നു പരാമർശം. കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന് പറയുന്നു. ഇതാണ് മാറ്റമെന്നാണ് മോദി പറഞ്ഞത്. വികസിത കേരളം ഒരുമിച്ച് പടുത്തുയർത്താമെന്നും മോദി പറഞ്ഞു. പ്രസംഗത്തിനിടെ വിഴിഞ്ഞം തുറമുഖം വികസിപ്പിച്ച അദാനി ഗ്രൂപ്പിനെ പ്രശംസിക്കാനും മോദി മറന്നില്ല. ഗുജറാത്തിനേക്കാൾ വലിയ തുറമുഖമാണ് അദാനി കേരളത്തിൽ നിർമ്മിച്ചതെന്നും മോദി പറഞ്ഞു. കൂടാതെ ഒരു വശത്ത് നിരവധി അവസരങ്ങളുടെ വലിയ കടലുണ്ട്, മറുവശത്ത് പ്രകൃതിയുടെ സൗന്ദര്യമുണ്ട്. അതിനിടയിൽ ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീപോർട്ടുണ്ട്. ഇത് നവയുഗ വികസനത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനു പിന്നാലെ ഇതിനെ വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും CPM നേതാവ് തോമസ് ഐസക്കും രംഗത്തെത്തിയിട്ടുണ്ട്. ചടങ്ങിൽ മോദി രാഷ്ട്രീയ പ്രസംഗം നടത്തിയെന്നാണ് വേണുഗോപാൽ പറഞ്ഞത്. ഒരു മന്ത്രിയുടെ പ്രസംഗം എടുത്ത് പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്തരുതായിരുന്നു. പാകിസ്ഥാന്റെ ഉറക്കം കെടുത്താനാണ് മോദി ശ്രമിക്കേണ്ടത്. ഉറക്കം കെടാൻ പോകുന്നത് മോദിയുടേതാണ്. പ്രധാനമന്ത്രി ഈ നിലയിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി നൽകിയില്ല? അദ്ദേഹം ചുട്ട മറുപടി നൽകണമായിരുന്നു, KC വേണുഗോപാൽ പറഞ്ഞു. അദാനിയെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ മോദി വിമർശിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം സുഹൃത്തിനെ കണ്ട മോദി സ്വയം മറന്നുപോയി. പാർട്ടിയോട് ആലോചിച്ചാണ് പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. MPയും MLAയും പങ്കെടുത്തതും പാർട്ടിയുടെ അറിവോടെയാണ്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചത് തുടക്കത്തിൽ തന്നെ പരിപാടിയുടെ അന്തസ്സില്ലാതാക്കിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം പരിഹാസമാണെന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. അദാനിയെ പോലുള്ള അടുപ്പക്കാരായ കമ്പനികളെ ആഗോളതലത്തിൽ വളർത്തിയെടുക്കുന്നതാണ് വികസനമെന്നാണ് മോദി കരുതുന്നത്. ബിർളയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായി എതിർത്തിരുന്ന കാലത്ത് കേരളത്തിൽ 1957 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ വ്യവസായം തുടങ്ങാനായി മാവൂരിലേക്ക് ക്ഷണിക്കുന്നതിൽ മടികാടിച്ചിരുന്നില്ലെന്നും മോദി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കണമെന്നുമാണ് തോമസ് ഐസക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്.